സങ്കീർത്തനങ്ങൾ 144. ദാവീദ് രാജാവ് രചിച്ച ഒരു രാജകീയ സങ്കീർത്തനമാണ്. യുദ്ധത്തിലും സമാധാനത്തിലും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിന്റെ സംരക്ഷണവും ജനത്തിന്റെ അഭിവൃദ്ധിയുമാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന പ്രമേയം. സങ്കീർത്തനങ്ങൾ 144. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിനെന്റെ കൈകളെയും പോരിനെന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയും ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവനെന്ത് മാത്രം? മനുഷ്യനൊരു ശ്വാസത്തിനു തുല്യമത്രേ. അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. യഹോവേ, ആകാശം ചായച്ചിറങ്ങി വരേണമേ. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ. നിന്റെ അസ്ത്രങ്ങളെ ഇതവരെ തോൽപ്പിക്കണമേ. ഉയരത്തിൽ നിന്നും തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും. 10 കമ്പിയുള്ള വീണ കൊണ്ടും ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ.